ഗോതമ്പ് പൊടി കൊണ്ടേ നമുക്ക് വളരെ സ്വാദിഷ്ടമായ അതുപോലെ തന്നെ ഗുഡ് ഡേ ഒക്കെ പോലെയുള്ളൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അത്രേ വേണ്ടൂ. ഇനി അതെല്ലാം കൂടി നമുക്കൊന്നും ആ ബേക്കിംഗ് പൗഡർ ഗോതമ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കേണ്ടത്. ഞാൻ ഗോതമ്പ് പൊടി എടുത്ത ആ കപ്പിന് തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. നോർമൽ മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു 1/2 കപ്പോളം പഞ്ചസാര പൊടിച്ചതിട്ടോളൂ. അതിനുശേഷം നമ്മൾക്ക് പിന്നെ വേണ്ടത് ബട്ടറാണ് വേണ്ടത്. ഇപ്പം ഞാൻ ഫ്രിഡ്ജിലിരുന്ന ബട്ടർ നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെച്ചത് കൊണ്ട് തന്നെ അത് നല്ല ലൂസായി. അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടർ നമ്മൾക്ക് പുറത്ത് വെച്ച് നല്ല അതിൻ്റെ തണുപ്പൊക്കെ പോയി ഇടുവാണെങ്കിൽ നേരിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. അല്ല അത് കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ അതൊന്ന് ലൂസാക്കി നമുക്കൊന്ന് ചൂടാക്കി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മുട്ടയാണ് ഞാൻ അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. നമ്മൾ ആ മുട്ടയും അതുപോലെ തന്നെ ബട്ടറും ഒക്കെ ഗോതമ്പ് പൊടിയിലിട്ടൊക്കെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ്. നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് വളരെ കെമിക്കലൊക്കെ ചേർത്താണല്ലോ നമുക്ക് കിട്ടുന്നത്. ഇനി അതിലേക്ക് ഒരു നുള്ള ഉപ്പ്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ഡ്രോപ്സ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുമ്പോഴാണ് അത് നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. നമ്മൾക്ക് അത് കുഴയ്ക്കുവാനായിട്ടുള്ള ആ ഒരു ഡ്രൈ ആയിട്ട് വരുവാണെങ്കിൽ, കുഴയ്ക്കുമ്പോൾ നമ്മളത് ഡ്രൈ ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് നമ്മൾക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നെയ്യും അതുപോലെ തന്നെ മുട്ടയുടെ മുഴുപ്പും ഒക്കെ ചെറിയ മുട്ടയാണെങ്കിൽ അത്രയല്ലേ അതിനകത്തേക്ക്. പിന്നെ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. ആ നെയ്യിലും അതുപോലെ തന്നെ മുട്ടയിലും ഒഴിച്ചാണ് നമ്മൾ അതും കൂടി ഇട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പം ശരിക്കും അത് കുഴയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾക്ക് കുറേശ്ശെ നോർമൽ പാല് അല്ലെങ്കിൽ തിളപ്പിച്ച് ആറ്റിയ പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമ്മൾക്ക് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പാലോളം ഞാൻ തിളപ്പിച്ച് ആറ്റിയ പാലാണ് ഫ്രിഡ്ജിലിരിക്കുന്നത് കൊണ്ട് തന്നെ തണുത്തതായത് കാരണം തന്നെ ഞാനത് തിളപ്പിച്ച് ആറ്റിയെടുത്ത പാലാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 കപ്പോളം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്ത്, കുറേശ്ശെ മുഴുവനും കൂടി ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കത് ഒരു കുഴയ്ക്കുന്ന പരുവത്തിലാക്കാം. ഇനി അതെല്ലാം ബട്ടർ കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ പാലിൻ്റെ ആവശ്യം നമുക്ക് കുറച്ചും കൂടി ബട്ടർ ഇടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഏതായാലും ബട്ടർ ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വല്പം പാലും കൂടി ഒഴിച്ച് ഈ ഒരു രീതിയിൽ ഞാൻ കുഴച്ചെടുത്തു. നന്നായിട്ട് നമ്മൾക്കൊന്ന് ഇതുപോലെ ഒന്ന് പരത്തി കുഴച്ചെടുക്കാം. എന്ന് വെച്ചാൽ ആ കുഴയിലാണ് നമ്മളുടെ ബിസ്ക്കറ്റിൻ്റെ ആ സോഫ്റ്റായിട്ട് വരുന്നത്. കണ്ടോ? ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ പരത്തി കുഴച്ച് എടുക്കാം നമ്മളുടെ ബാറ്റർ. ഇപ്പം ഞാനത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കും. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ ആ ഒരു മാവ്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കുഴച്ച് എടുക്കേണ്ടത്. നമ്മളുടെ കയ്യിലൊന്നും പറ്റത്തില്ല. ബട്ടർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ കയ്യിലൊന്നും പിടിച്ച് അങ്ങനെ ഇരിക്കത്തില്ല. നമ്മളിതുപോലെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആകുന്ന വിധത്തിൽ നന്നായിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കും പോലെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം.
ശരിക്കും ഇങ്ങനെ വലിച്ച് 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 ഇങ്ങനെ പരത്തി പരത്തി കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. കണ്ടോ? ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം. കുഴച്ച് കുഴച്ച് ഒന്ന് ഉരുട്ടി ഒന്നെടുത്ത് ഇതുപോലെ ഒന്ന് ആക്കി നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ? നമ്മളുടെ പൊടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ മാവ് ആവശ്യത്തിന് പൊന്തിയും അതുപോലെ തന്നെ സോഫ്റ്റും ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടി നമുക്കിതുപോലെയൊക്കെ ഒന്ന് തിരുമ്മി ഒന്ന് കുഴച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉണ്ടോ? വളരെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്നും ഇതുപോലെ കുറേശ്ശെ എടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതി. വലുതായി പോകരുത്. വലുതായാലും നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടുവാനായിട്ട് പാടാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഉരുളകളാക്കി ഇതുപോലെ എടുത്ത് നമ്മൾക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. കണ്ടോ? ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കാം. എന്നിട്ട് നമുക്ക് ഇത്രയും മതി. ഇത്രയും കനം മതി. ഒത്തിരി അങ്ങ് കനം കുറഞ്ഞും പോകരുത്, കനം കൂടിയും പോകരുത്. ഇത്രയും മതി. ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതുപോലെ ഫോർക്ക് കൊണ്ട് നമുക്കിത് ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അമർത്തി ഇങ്ങനെ എടുക്കണം. എന്നാലേ നമ്മൾക്കത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ വര അതുപോലെ തെളിഞ്ഞ് വരത്തുള്ളൂ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ നമ്മൾ ഗുഡ് ഡേ ബിസ്ക്കറ്റൊക്കെ കണ്ടിട്ടില്ലേ? ഇതുപോലെ ഈ ഒരു ഡിസൈനിലൊക്കെ വരുന്നത്. ഇത്രയും മതി. ഇനി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഓരോ ഉരുളയും കുറേശ്ശെ ഇതുപോലെ എടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. നിങ്ങൾ കൈ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഈ ഒരു രീതിയിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി നമ്മളുടെ പൊടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? വളരെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ എന്നിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മൾക്ക് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയതിന് ശേഷം നമുക്ക് ആ ഡിസൈൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അമർത്തി എടുക്കണം. എന്നാലേ നമ്മൾക്ക് ആ വര തെളിഞ്ഞ് കാണാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ആ സൈഡിലും ഇതുപോലെ തന്നെ നന്നായിട്ട് അമർത്തി ഇതുപോലെ വരയിട്ട് കൊടുക്കണം. ഉണ്ടോ? ആ രീതിയിൽ നമുക്ക് വീണ്ടും അതുപോലെ തന്നെ നമുക്ക് ഉരുട്ടി ഇതുപോലെ നന്നായിട്ട് നമ്മൾക്ക് ആ ഒരു കപ്പ് പൊടി കൊണ്ട് തന്നെ നമുക്ക് 10-12 ബിസ്ക്കറ്റോളം നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഇത് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ബട്ടറിന് പകരം അവർ ചിലപ്പോൾ ഡാൽഡ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഓയിലുകളായിരിക്കും ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് ഹെൽത്തിനൊക്കെ വളരെ ദോഷമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വീടുകളിൽ ഇതുപോലെയൊക്കെ ബട്ടറൊക്കെ ഇട്ട് അതുപോലെ അതിനകത്ത് കെമിക്കലുകളൊന്നും ചേർക്കാതെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ വളരെ ടേസ്റ്റായിട്ട് കഴിച്ചോളും. അതുപോലെ തന്നെ നമ്മൾക്കും ഒരു സമാധാനം. നമ്മൾ ബേക്കറി സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കരുതും എന്നാണ് പറയുന്നത്. അതിലെന്തൊക്കെ ചേർക്കുന്നു എന്ന് നമ്മൾ കാണുന്നില്ലല്ലോ. ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഏത് ഫുഡ് കഴിച്ചാലും ടേസ്റ്റിന് വേണ്ടിയിട്ട് പല സാധനങ്ങളും അതിൽ ചേർക്കുന്നുണ്ടാകും. പ്രത്യേകിച്ച് ബേക്കറി ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നാണ് നമ്മൾ ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കി കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും, ഞങ്ങൾക്കാണെങ്കിലും രാവിലെ ചായ കുടിക്കുമ്പോൾ
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഒരു ചായ കുടിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റ് കഴിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ദോഷമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ ഞാൻ അതെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു. ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചു. ഇനി നമുക്കൊന്ന് ബേക്ക് ചെയ്ത് നമ്മൾ ഓവനിൽ വെച്ചല്ല, ഓവനിൽ വെച്ച് നമുക്ക് ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ബേക്ക് ചെയ്യുന്നത് ഇഡലി പാത്രത്തിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇഡലി പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയിട്ട് കൊടുത്തു. ഉപ്പ് പൊടിയിട്ട് കൊടുത്താൽ നമ്മളുടെ അടിയിൽ യാതൊരു പാടും വരത്തില്ല. അതുപോലെ നമ്മളുടെ പാത്രത്തിന് ഒരു സേഫാണ് അതങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം അതിൻ്റെ തട്ട്, ഇഡലി പാത്രത്തിൻ്റെ ഏറ്റവും അടിയിലത്തെ തട്ട് ഇങ്ങനെ അങ്ങ് കമഴ്ത്തി വെച്ച് കൊടുത്തു. ഉപ്പിടുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ പാത്രത്തിന് ഒരു കേടുപാടും സംഭവിക്കത്തില്ല. ആ ഉപ്പ് അത് കഴിയുമ്പോൾ അതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. നമ്മളുടെ പാത്രത്തിന് ഒരു ദോഷവും വരത്തില്ല. അതിനുശേഷം ഞാൻ ഒരു സ്റ്റീൽ പാത്രമാണ് അതിലേക്ക് വയ്ക്കുന്നത്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ബിസ്ക്കറ്റ് അതെല്ലാം അതിലേക്ക് പെറുക്കി വെച്ച് കൊടുക്കുക. നമ്മളുടെ ഇഡ്ഡലി പാത്രം ഞാൻ നന്നായിട്ട് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് ചൂടായി, നമ്മൾ പ്രീഹീറ്റ് ചെയ്യത്തില്ല, അതുപോലെ നന്നായിട്ട് ചൂടാക്കണം. ആദ്യമേ നല്ല ചൂട് വേണം. അതിന് ശേഷം വേണം നമ്മൾക്ക് ഈ ഒരു പാത്രം അതിലേക്ക് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളുടെ ഇഡ്ഡലി പാത്രം നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ഒരു 10 മിനിറ്റ് ചൂടാക്കി വെക്കണം. അതിന് ശേഷം വേണം നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്കാണ് ഞാനിതുപോലെ സ്റ്റീൽ പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഈ ബിസ്ക്കറ്റുകളെല്ലാം പെറുക്കി വെച്ച് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നിനൊന്ന് മുട്ടാതെ വയ്ക്കണം, അകത്തി വയ്ക്കണം. അങ്ങനെ ഞാൻ എല്ലാം വെച്ചു. എല്ലാം ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ അകത്തി ഒന്നിലൊന്ന് തൊടാതെ വെക്കണം, അല്ലെങ്കിൽ അത് ബേക്ക് ചെയ്ത് വന്നു കഴിയുമ്പോൾ അത് പിടിച്ചിരിക്കും, അപ്പോൾ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ എന്നിട്ട് ഞാൻ എല്ലാം അതുപോലെ വെച്ചു. ഇനി നമുക്ക് അത് അടച്ചു കൊടുക്കാം. ഒരു 45 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതുപോലെ ബിസ്ക്കറ്റാക്കി എടുക്കാം. 45 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ബിസ്ക്കറ്റ് പാത്രത്തിലേക്ക് പെറുക്കിയിട്ട് കണ്ടോ, വളരെ സോഫ്റ്റായിട്ട് വളരെ ടേസ്റ്റായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയത് കണ്ടോ. പൊടിക്കുമ്പോൾ കണ്ടോ അതിൻ്റെ ഉൾഭാഗം കണ്ടോ, എല്ലാം നല്ല ബിസ്ക്കറ്റ് പോലെ, നമ്മളെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് പോലെ ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുമാണ്, നോർമൽ മധുരവുമാണ്. നമ്മൾ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതെല്ലാം ഇട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ നോർമൽ മധുരവുമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ ബൈ.